ഹലോ ഗൈസ്, ട്രിവാൻഡ്രം വ്ളോഗ് ഡേ 2 ആണ്. സോ രാവിലെ എണീറ്റത് ഞാൻ വിൻഡോ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നോക്കിക്കും പുറത്തേക്ക്. നമുക്ക് UST കമ്പനിയെ കാണാം കേട്ടോ. ഞാൻ അടിപൊളി ചായയൊക്കെ കുടിച്ചു. ഒരു ഹാഫ് ആൻ അവറിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പപ്പടം, പുട്ട്, ചിക്കൻ കറി, വീണ്ടും ചായ കുടിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ച് ഉണ്ടാക്കാമെന്ന് വെച്ചു. അവർക്ക് വർക്ക് ഉണ്ടായില്ല, അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനുള്ള പ്രിപ്പറേഷനാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രഷായി കുളിച്ച് വന്ന് നല്ല ചൂടോടെ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും സാലഡൊക്കെ കൂട്ടി നല്ല അടിപൊളി ലഞ്ച് കഴിച്ചു. അതിനുശേഷം വർക്കിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞാൻ റെഡിയായി എല്ലാവരും കൂടി കൂട്ടി കാറിൽ കയറി അങ്ങനെ വർക്കിലെത്തി. അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു. നല്ല പാർക്കിംഗ് ചെയ്യാനൊക്കെ സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ലാസ്റ്റായിട്ട് വന്നത് ഒരു 7 to 8 years ആയിരുന്നു വിത്ത് മൈ ഫാമിലി ആയിട്ടാണ് വന്നത്. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ബീച്ചിലേക്ക് നടക്കണേണ്. സൺസെറ്റ് കാണാനാണ് ഈവനിങ് ഇറങ്ങിയത്. എന്തായാലും രാവിലെ സൺറൈസ് നടക്കില്ല, എണീക്കാൻ ഉണ്ടാവില്ല, വരാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് സൺസെറ്റ് പിടിക്കാമെന്ന് വെച്ചു. സോ നടക്കണ വഴിക്ക് നമുക്ക് അടിപൊളി ഷോപ്പൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ത്രെഡ് ബാഗ്, ഡ്രീം ക്യാച്ചർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആസ്വദിച്ച് നടന്നു. ഇന്ന് അങ്ങ് നടക്കണ വഴി ബീച്ചിലെ ആ ഒരു വ്യൂ ആണ്. നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ചൂട് ഉണ്ടായിരുന്നില്ല വെയിലുണ്ടെങ്കിലും. അങ്ങനെ സൺസെറ്റ് ഡയറക്റ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ അവിടെ നിന്ന് പൊക്കത്തുനിന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ അടുത്ത് ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര വലിപ്പമാണ്. അതുപോലെ നമ്മൾ തന്നെ ഉപ്പാത്തതൊക്കെ ഇടണം. മോമോസ് സോപ്പ് ഉണ്ടായില്ല. ആക്ച്വലി ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് തീർക്കലാണ് പതിവ്. പക്ഷേ ഞാൻ 2-3 കഴിച്ചുള്ളൂ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി സൺസെറ്റിൻ്റെ വീഡിയോ എന്താ കാണാത്തതെന്ന് വെച്ചാൽ സണ്ണ് ഞങ്ങളെ ചതിച്ചു ഗൈസ്. സണ്ണ് വന്നിട്ട് ആ ഒരു സമയമായപ്പോഴത്തേക്കും ക്ലൗഡ് വന്ന് കവർ ചെയ്ത് നമുക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു അറ്റത്തേക്ക്. ആ ഷോപ്സൊക്കെ നല്ല രസമുണ്ട്. ഓരോ ഷോപ്സ് ഇൻറ്റീരിയർ ചെയ്തേക്കണതാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വന്നവർക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി. വെള്ളത്തിലിറങ്ങിയില്ല, ഒരു താഴത്തുനിന്ന് ബീച്ചിൽ നിന്ന് പൊക്കത്ത് ഷോപ്സൊക്കെ കാണാൻ നല്ല രസമാണ്. ലൈറ്റിംഗ് ഒക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ പൊക്കത്ത് ഒരു പുടുക്കത്തൊരു കയറ്റം, നല്ല കുത്തനെ കയറ്റുമായിരുന്നു. അങ്ങനെ ടയേർഡായി ഞങ്ങൾ അങ്ങനെ നേരെ ലുലുവിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ലുലു എത്തിയപ്പോഴത്തേക്കും സെറ്റായിരുന്നു കേട്ടോ. എനിക്ക് ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു. ഫാഷൻ സ്റ്റോറിൽ കയറി ഡ്രസ്സ് എടുത്തു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ലുലു കറങ്ങി ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് വീട്ടിൽ പോയി ഫുഡ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചപ്പോൾ കറി മേടിച്ചു. വന്നിട്ട് ഹാഫ് കുക്ക് ചപ്പാത്തിയും കറിയൊക്കെ ഒന്ന് ചൂടാക്കി മിൻറ്റ് ടീ ഉണ്ടാക്കി. പിന്നെ ഉച്ചക്കത്തെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി ഡിന്നർ കഴിച്ചു. അങ്ങനെ റൂമിൽ പോയി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പുറത്ത് നോക്കിയിരുന്നു ഞാൻ. എന്നിട്ട് കിടന്നുറങ്ങി. അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.